ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വിപ്ലവ നക്ഷത്രം, 21-ാം വയസ്സിൽ തലസ്ഥാന നഗരിയുടെ ചെങ്കോലേന്തിയ പെൺകുട്ടി. ഓർമ്മയുണ്ടോ 2020-ൽ നമ്മൾ കേട്ട ആ വലിയ കൊട്ടിഘോഷങ്ങൾ? സഖാവ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ ചുവടുവെപ്പാണെന്ന് പറഞ്ഞ് ഇവിടെ പലരും ആകാശം മുട്ടെ പുകഴ്ത്തി. എന്നാൽ വെറും 4 വർഷം കഴിയുമ്പോൾ അതേ ആര്യയെക്കുറിച്ച് ഒരു മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കണോ? നിങ്ങളെല്ലാം അത് കേട്ടിട്ടുണ്ടാകും. എന്തായാലും പുതുമുഖങ്ങൾ എങ്ങനെയാകരുത് എന്നതിന്റെ പാഠമാണ് ആര്യ രാജേന്ദ്രൻ എന്ന ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ്. ഇത് ആര്യ എന്ന വ്യക്തിയുടെ മാത്രം പരാജയമാണ്. എന്തായാലും വിവരവും പക്വതയും ഇല്ലാത്ത കുട്ടികളെ അധികാര കസേരയിൽ ഇരുത്തി കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഗൂഢതന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വെട്ടിത്തുറന്ന് പറയുന്നത്. ഇന്ന് കേരളം ചർച്ച ചെയ്തത് ആര്യയുടെ വീഴ്ചയല്ല, മറിച്ച് അവരെ വെറുമൊരു ഷോപ്പീസ് ആക്കി നിർത്തി പിന്നാമ്പുറത്ത് ഭരണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് ലോബിയെ കുറിച്ചാണ്. അധികാരം തലയ്ക്ക് പിടിച്ചാൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുമെന്നതിന്റെ ഒടുവിൽ ഉപയോഗം കഴിയുമ്പോൾ പാർട്ടി എങ്ങനെ കറിവേപ്പില പോലെ വലിച്ചെറിയും എന്നതിന്റെയും ഞെട്ടിക്കുന്ന കഥയാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും ദയവ് ചെയ്ത് കാണുക. കാരണം ഇത് കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പ് കൂടിയാണ്. 2020 ഡിസംബറിലെ ആ ദിവസം നമുക്ക് ഓർത്തെടുക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം LDF പിടിക്കുന്നു. മുതിർന്ന നേതാക്കൾ വരിവരിയായി നിൽക്കുമ്പോൾ AKG സെന്ററിൽ നിന്നും ഒരു കൽപ്പന വരുന്നു: മേയർ ആര്യ രാജേന്ദ്രൻ. എന്തായിരുന്നു ഇതിന് പിന്നിലെ ലോജിക്ക്? ലോകത്തിന് മുന്നിൽ ഞങ്ങളിതാ യുവത്വത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് കാണിക്കാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് PR സ്റ്റണ്ട് മാത്രമാണത്. പ്രശാന്ത് വാസുദേവ് തന്റെ പോസ്റ്റിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചോദിക്കുന്നത് പോലെ, കേവല രാഷ്ട്രീയവും സജീവ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്തൊരു കുട്ടിയെ എന്തിനാണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ചുമതല ഏൽപ്പിച്ചത് എന്ന്. ഒരു നഗരം ഭരിക്കുക എന്നാൽ SFIയിൽ നിന്നും മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയോ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ന്യായീകരിക്കുന്നത് പോലെയോ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ്, സങ്കീർണമായ ഫയലുകൾ, നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ, 10,000-കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വേണ്ടത് അനുഭവ സമ്പത്താണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത് അനുഭവ സമ്പത്തുള്ളവരെയല്ല, മറിച്ച് പാർട്ടി സെക്രട്ടറി പറയുന്നിടത്ത് ഒപ്പിടുന്ന ഒരു പാവയായിരുന്നു. ആ പാവയായി ആര്യ രാജേന്ദ്രനെ അവർ തിരഞ്ഞെടുത്തു. പ്രശാന്ത് വാസുദേവ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒരിക്കലും സജീവ രാഷ്ട്രീയമായി കണക്കാക്കാൻ സാധിക്കില്ല. ആ പക്വത ഇല്ലായ്മയാണ് പിന്നീട് തിരുവനന്തപുരം കണ്ട ഓരോ നാടകങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത്. പ്രശാന്ത് വാസുദേവ് തന്റെ കുറിപ്പിൽ ആര്യയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭരണസ്ഥാനങ്ങളിൽ എത്തുന്നവർക്കുണ്ടാകേണ്ട പ്രധാന ഗുണം വിനയമാണ്. വിനയം. പാർട്ടിക്കാരല്ലാത്ത ജനങ്ങളോടുള്ള പെരുമാറ്റ രീതി, ശബ്ദത്തിന്റെ ടോൺ, ഇതൊന്നും ആർജിക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ ഇതല്ലേ നമ്മൾ കണ്ടത്? മേയറുടെ കസേരയിൽ ഇരുന്നപ്പോൾ ആര്യ രാജേന്ദ്രൻ സ്വയം ഒരു മഹാറാണിയാണെന്ന് കരുതിയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പല നീക്കങ്ങളും. തന്റെ പ്രായത്തെക്കാൾ ഇരട്ടി പ്രായമുള്ള ഉദ്യോഗസ്ഥരോടും ജനങ്ങളോടും ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുക, അധികാരം തന്റെ കുടുംബ സ്വത്താണെന്ന് കരുതി പെരുമാറുക, ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതാണോ? കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ഒരു ഭരണാധികാരിക്കും ചേർന്നതല്ല. അധികാരം കിട്ടുമ്പോൾ വിനയം തനിയെ വരേണ്ടതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പാർട്ടി വിധേയത്വം എന്നത് സമ്പൂർണ്ണ അടിമത്തമായി മാറി. താൻ എന്ത് കാണിച്ചാലും സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടെന്ന അമിതമായ ആത്മവിശ്വാസം. ഈ അഹങ്കാരമാണ് ആര്യയെ ജനങ്ങളിൽ നിന്നും അകറ്റിയത്. ഒരു ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ സേവകയായിരിക്കണം, അല്ലാതെ പാർട്ടിയുടെ മാത്രം കിങ്കരനായിരിക്കരുത് എന്ന് ആര്യ പഠിച്ചില്ല. ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ കറുത്ത പുള്ളിയായിരുന്നു ആ കത്ത് വിവാദം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനങ്ങൾക്കായി പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മേയർ കത്തയക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി സ്വന്തം പാർട്ടി ഓഫീസിലേക്ക് ഇതാ ലിസ്റ്റ്, ഇതിലുള്ളവർക്ക് ജോലി കൊടുത്തോളൂ എന്ന് എഴുതി കൊടുക്കുന്നു. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? അഴിമതിയല്ലേ? പ്രശാന്ത് വാസുദേവ് പറയുന്നത് പോലെ ആര്യയുടെ വിധേയത്വം ജില്ലാ നേതൃത്വത്തോടായിരുന്നു. ജനങ്ങളോടോ, അതായത് ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടോ നിയമത്തോടോ ആയിരുന്നില്ല. പാർട്ടി നേതാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നഗരസഭയുടെ വിശ്വാസ്യത തന്നെ ആര്യ പണയപ്പെടുത്തി. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ കത്ത് എന്റേതല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആര്യയുടെ നിലപാട് എത്രത്തോളം പരിഹാസ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പാർട്ടി ഓഫീസുകളായി മാറുന്നതിന്റെ ക്ലാസിക് ഉദാഹരണമായിരുന്നു ആര്യ രാജേന്ദ്രൻ. ആര്യ ചെയ്തത് തെറ്റാണെന്ന് പാർട്ടിക്ക് പോലും അറിയാമായിരുന്നു. പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പിന്നെ പാർട്ടി തന്നെയാണ് ആര്യയെ കളിപ്പാവ ആക്കിയത്. കാരണം ആര്യ വീണാൽ വീഴുന്നത് പാർട്ടിയുടെ വലിയ യുവത്വ പരീക്ഷണം കൂടിയാണ്. പിന്നെ നമ്മൾ കണ്ടത് മേയറുടെയും MLA ഭർത്താവിന്റെയും റോഡിലെ ഷോ ആണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെയും ഡ്രൈവറെയും പരസ്യമായി വിചാരണ ചെയ്യുന്ന മേയർ. എന്തായിരുന്നു പ്രശ്നം? മേയറുടെ കാറിനെ ബസ് ഓവർടേക്ക്
ചെയ്യാൻ ശ്രമിച്ചു. അത്ര തന്നെ. സാധാരണക്കാരൻ റോഡിൽ ബുദ്ധിമുട്ടുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മേയർ തന്റെ കാറിനെ ഒന്ന് മറികടക്കാൻ നോക്കിയപ്പോൾ കാലിതുള്ളി ബസ് തടയുന്നു. ആ പാവം ഡ്രൈവറെയും കണ്ടക്ടറെയും മാനസികമായി പീഡിപ്പിക്കുന്നു. മാനസികങ്ങളിൽ നിന്ന് പ്രശാന്ത് വാസുദേവ് പറഞ്ഞത് ഇവിടെയാണ്. ഒരു മേയർക്ക് ഉണ്ടാകേണ്ട മാന്യതയോ അന്തസ്സോ ആര്യ അവിടെ കാണിച്ചോ? ഭർത്താവ് MLA ആണ്, താൻ മേയറാണ്, ഞങ്ങളെ ആര് ചോദ്യം ചെയ്യുമെന്ന ഭാവമായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ആ പാവം KSRTC ജീവനക്കാരനെതിരെ കള്ളക്കേസുകൾ കൊടുക്കാനും ജോലിയിൽ നിന്നും മാറ്റി നിർത്താനും പിരിച്ചുവിടാനും ഭരണകൂടം കൂട്ടുനിന്നു. ഒടുവിൽ കോടതിയുടെ കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഇവർക്ക് അല്പമെങ്കിലും ബോധം വന്നത് എന്ന് വിശ്വസിക്കുന്നു. ഇത് പക്വതയില്ലായ്മ മാത്രമല്ല, അധികാരത്തിന്റെ നഗ്നമായ ദുരുപയോഗം കൂടിയാണ്. പ്രശാന്ത് വാസുദേവ് തന്റെ പോസ്റ്റ് എഴുതാൻ പ്രേരിപ്പിച്ച ആ സന്ദർഭം നോക്കൂ. പൂജപ്പുരയിൽ നടന്ന ഒരു പാർട്ടി യോഗം. അവിടെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിലിരിക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ സ്റ്റേജിന് താഴെ ഒരു കാഴ്ചക്കാരിയായി നിൽക്കുന്നു. ഒരു കസേര പോലും ആര്യയ്ക്ക് നൽകിയില്ല. ആലോചിച്ച് നോക്കൂ, 4 വർഷം മുമ്പ് ഈ കുട്ടിയെ എടുത്തുയർത്തി നടന്ന അതേ നേതാക്കളാണ് ഇന്ന് അവരെ അങ്ങേയറ്റം അപമാനിച്ച് പുറത്തിരുത്തിയത്, മൈൻഡ് പോലും ചെയ്യാത്തത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിക്കുമുള്ള സ്വഭാവം. നിങ്ങൾ അവർക്ക് ഉപകരിക്കുന്ന കാലത്തോളം നിങ്ങൾ വിപ്ലവ നക്ഷത്രമാണ്. നിങ്ങളുടെ ഗ്ലാമർ ഉപയോഗിച്ച് അവർ വോട്ട് പിടിക്കും. എന്നാൽ നിങ്ങളുടെ പേരിലുള്ള വിവാദങ്ങൾ പാർട്ടിയെ ബാധിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്ടിലിറ്റി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് എറിയും. ഇപ്പോൾ ഇത് ആര്യയ്ക്ക് സംഭവിച്ചതുപോലെ. ആര്യ രാജേന്ദ്രൻ ഇന്ന് അനുഭവിക്കുന്നത് ആ അവഗണന തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ആര്യ സത്യം പറഞ്ഞാൽ LDFന്റെ ഒരു രക്തസാക്ഷിയാണ്. കുട്ടിക്കുരങ്ങനെ ചുടുചോറ് വാരിക്കുന്നവർ പൊള്ളുന്ന കൈയിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് പ്രശാന്ത് വാസുദേവ് ചോദിക്കുന്നത് എത്രയോ ശരിയാണ്. ആര്യയെ കൊണ്ട് ഓരോ അസംബന്ധങ്ങളും ചെയ്യിപ്പിച്ചത് ഈ പാർട്ടി നേതൃത്വമാണ്. എന്നാൽ ഇന്ന് ആര്യ വല്ലാത്തൊരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളപ്പെടുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ആര്യയ്ക്ക് വലിയ റോളുകളൊന്നുമില്ല. ഒടുവിൽ നഗരസഭ ഭരണം പോയപ്പോൾ അതിന്റെ മുഴുവൻ കുറ്റവും ആര്യയുടെ തലയിൽ ചാരി നേതാക്കൾ രക്ഷപ്പെട്ടു, കൈ കഴുകി എന്ന് പറയാം. പ്രശാന്ത് വാസുദേവ് പറഞ്ഞ ആ കാര്യം നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് പൊടുന്നനെ എടുത്തുയർത്തുമ്പോൾ അല്ലെങ്കിൽ എത്തുമ്പോൾ അത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റമാണ്. അതായത് ഒരു പെട്ടെന്ന് ഇരുട്ടി വെളുത്ത പോലെ. വിദ്യാർത്ഥി സംഘടനകളിൽ മുദ്രാവാക്യം വിളിച്ച് നടന്നാൽ മാത്രം പോരാ, ഒരു ഭരണാധികാരിയാകാൻ വേണ്ട പക്വതയും വിവേകവും ആർജിക്കണം. പാർട്ടിക്കുള്ളിലെ അധികാര വടംവലികൾ മനസ്സിലാക്കാനോ ഏത് പക്ഷം നിൽക്കണമെന്ന് തീരുമാനിക്കാനോ ആര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പ്രായത്തിന് നിരക്കാത്ത അധികാരമോഹവും പാർട്ടിയുടെ അന്ധമായ വിധേയത്വവും ആര്യയെ തളച്ചിട്ടു. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ട പ്രധാന ഗുണം പ്രായോഗിക ബുദ്ധിയാണ്, ജനങ്ങളുടെ പൾസ് അറിയാനുള്ള കഴിവാണ്. ആര്യയ്ക്ക് പകരം ആ പൾസ് അറിഞ്ഞത് AKG സെന്ററിലെ നേതാക്കളായിരുന്നു. അവർ ആര്യയെ ഒരു ഉപകരണം മാത്രമായി ഉപയോഗിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയക്കാർ ഈ ആര്യ രാജേന്ദ്രൻ എന്ന ഉദാഹരണം പഠിക്കണം. മറ്റ് രാഷ്ട്രീയമല്ല, ഈ കേരളത്തിലുള്ള യുവാക്കളടക്കം, പ്രത്യേകിച്ചും പുതുതായി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന യുവാക്കൾ. പാർട്ടിക്ക് വേണ്ടി വീടുപണി ചെയ്താൽ മാത്രം രാഷ്ട്രീയക്കാരനാകില്ല. ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റണം, വിനയമുണ്ടാകണം, നിയമത്തെ ബഹുമാനിക്കണം. ഇതൊന്നുമില്ലാതെ പാവകണക്കെ പാർട്ടിയുടെ കൈകളിൽ ആടിക്കളിച്ചാൽ ആര്യയുടെ ഗതി തന്നെ വരും. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരു കഴിവ് സമ്മതിച്ചു കൊടുക്കണം. ആരെ എങ്ങനെ പൊക്കി പിടിക്കണമെന്നും എപ്പോൾ താഴെയിടണമെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട്, നന്നായിട്ട് അറിയാം. ആര്യയെ മേയറാക്കിയത് ഒരു വിപ്ലവകരമായ പരീക്ഷണമായിരുന്നില്ല, മറിച്ച് ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങാനുള്ള ഒരു സിനിമാറ്റിക് നീക്കം മാത്രമായിരുന്നു. പരിചയസമ്പത്തുള്ളവരെ മാറ്റി നിർത്തി കുട്ടികളെ അധികാരം ഏൽപ്പിക്കുന്ന ഈ കുട്ടി രാഷ്ട്രീയ പരീക്ഷണം സത്യത്തിൽ കേരളത്തിന് എന്ത് നൽകി? തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം സ്തംഭിച്ചു. കോർപ്പറേഷൻ അഴിമതിയുടെയും പാർട്ടി നിയമനങ്ങളുടെയും കേന്ദ്രമായി മാറി. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആര്യയെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. കാരണം അവർക്ക് വേണ്ടത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമല്ല, പാർട്ടിയോടുള്ള വിധേയത്വമാണ്. ഇപ്പോൾ നോക്കൂ, ആര്യ രാജേന്ദ്രൻ ഒരു പാഠപുസ്തകമായി മാറിയെന്ന് പ്രശാന്ത് വാസുദേവ് പറയുമ്പോൾ അതിൽ പരിഹാസമുണ്ട്, വേദനയുണ്ട്. ഒരു ഭരണാധികാരി എങ്ങനെയാകരുത് എന്നതിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമായി ആര്യ രാജേന്ദ്രനെ മാറ്റിയെടുത്തതിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് അഭിമാനിക്കാം. ഇത് ആര്യയുടെ മാത്രം പരാജയമല്ല, ഇത്തരം തരം താഴ്ന്ന പരീക്ഷണങ്ങൾ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരാജയം കൂടിയാണ്. അവരെന്നോ പരാജയപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ കൂടി അവർ വീണ്ടും അടിപതറിയിരിക്കുന്നു. വീഴ്ചകളും അനുഭവങ്ങളും പാഠങ്ങളാക്കി മാറ്റാൻ ആര്യയ്ക്ക് കഴിയട്ടെ എന്ന് പ്രശാന്ത് വാസുദേവ് ആശംസിക്കുന്നുണ്ട്. രാഷ്ട്രീയ വനവാസത്തിന് വിധിക്കപ്പെടേണ്ട ആളല്ല ആ കുട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. അത് ശരിയുമാണ്, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. പക്ഷേ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം. അല്ലാതെ തെറ്റ് പറ്റിയില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ഒരിക്കലും തന്റെ തെറ്റ് മനസ്സിലാക്കാതെ അവിടെ വാശിയും കൊണ്ടിരുന്നാൽ ആ ഇരുത്തം ഇരിക്കലേ ഉണ്ടാകുള്ളൂ എല്ലാ കാലത്തും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.